ഹലോ, ഫാബ്രിക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാൻ സാധിക്കും. ഫാബ്രിക്കുകൾ തിരിച്ചറിയുന്നതിനുള്ള രീതികൾ വിശദീകരിക്കാൻ, മുറിക്കുന്നതിനു മുമ്പ് ഫാബ്രിക് പരിശോധിക്കാൻ. ആവശ്യമായ ഫാബ്രിക്കുകൾ: കോട്ടൺ ഫാബ്രിക്, ഫെൽറ്റ് ഫാബ്രിക്, ചാൻഡ്ലി ലേസ്, ജേഴ്സി നിറ്റ്, ഫൗക്സ് ഫർ. ഫാബ്രിക്കുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ആവശ്യമായി വരുന്ന വസ്തുക്കൾ: വാട്ടർ, ബക്കറ്റ്, അയൺ ബോക്സ്, ടേബിൾ ക്ലോത്തോടു കൂടിയ അയണിംഗ് ടേബിൾ, സിസറുകൾ, മെഷറിംഗ് ടേപ്പ്. ആദ്യം നമുക്ക് ഫാബ്രിക്കുകളെക്കുറിച്ച് മനസ്സിലാക്കാം. ഫാബ്രിക്കുകൾ ടെക്സ്റ്റൈലുകളിൽ അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ഇത് വ്യത്യസ്ത ക്വാളിറ്റിയിലുള്ള വിവിധ തരം മെറ്റീരിയലുകൾ വാഗ്ദാനം ചെയ്യുന്നു. വൂവൺ, നോൺ വൂവൺ, ലാസ്, ഫർ, നിറ്റ് തുടങ്ങിയ ഫാബ്രിക്കുകളെക്കുറിച്ചുള്ള അറിവ് അവയുടെ കൺസ്ട്രക്ഷൻ, യൂസ്, കെയർ മുതലായവ മനസ്സിലാക്കാൻ സഹായകമാകും. ഒരു ഫാബ്രിക്കിന്റെ ഘടന അതിന്റെ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്ന ഫൈബറുകൾ അല്ലെങ്കിൽ മെറ്റീരിയലുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ടെക്സ്ചർ, ഡ്യൂറബിലിറ്റി, ബ്രീത്തബിലിറ്റി, മെയിന്റനൻസ്, കെയർ തുടങ്ങിയ സവിശേഷതകളെ ഫാബ്രിക്കിന്റെ ഘടന ഗണ്യമായി സ്വാധീനിക്കുന്നു. സാധാരണയായി പരസ്പരം ലംബമായുള്ള 2 സെറ്റ് യാണുകൾ ഇന്റർലേസിംഗ് ചെയ്താണ് വൂവൺ ഫാബ്രിക് നിർമ്മിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത ഗ്രെയിൻ പാറ്റേണുകളുള്ള ഒരു സ്ട്രക്ചേർഡ് ടെക്സ്റ്റൈൽ രൂപപ്പെടുന്നു. വൂവൺ ഫാബ്രിക്കുകളിൽ കോട്ടൺ, ഡെനിം, സിൽക്ക്, വൂൾ, ലിനൻ എന്നിവ ഉൾപ്പെടുന്നു. കോട്ടന്റെ സവിശേഷതകൾ, ഉപയോഗം, ഹാൻഡിൽ ചെയ്യാനുള്ള ടിപ്പുകൾ എന്നിവയുടെ ഒരു ബ്രീഫ് ഓവർവ്യൂ ഇവിടെ നൽകുന്നു. കോട്ടൺ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കുന്ന നാച്ചുറൽ ഫൈബറാണ് കോട്ടൺ. മാത്രവുമല്ല, സ്ട്രെങ്ത്, ബ്രീത്തബിലിറ്റി, അബ്സോർബൻസി എന്നിവയ്ക്ക് പേരുകേട്ടതുമാണ്. ഇവ കാഷ്വൽ സമ്മർ ക്ലോത്തുകൾ, ബെഡ് ലിനൻ, ടവലുകൾ മുതലായവയ്ക്കായി ഉപയോഗിക്കുന്നു. കളർ ഫാസ്റ്റ് കോട്ടൺ ചൂടുവെള്ളത്തിലും മറ്റുള്ളവ തണുത്ത വെള്ളത്തിലും കഴുകണം. ഫാബ്രിക് നനഞ്ഞിരിക്കുമ്പോൾ അയൺ ചെയ്യുക. വീവിംഗ് അല്ലെങ്കിൽ നിറ്റിംഗ് ചെയ്യാതെ ബോണ്ടിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഇന്റർലോക്കിംഗ് ഫൈബറുകളിലൂടെയോ ആണ് നോൺ വീവൺ ഫാബ്രിക്കുകൾ, അതായത് നെയ്യാത്ത ഫാബ്രിക്കുകൾ നിർമ്മിക്കുന്നത്. അതിന്റെ ഫലമായി വിവിധ ടെക്സ്ചറുകളുള്ള ഫ്ലെക്സിബിൾ മെറ്റീരിയലുകൾ ലഭിക്കും. ഇവ ലൈറ്റ് വെയ്റ്റോ അല്ലെങ്കിൽ ഡെൻസോ ആകാം. ഇവയ്ക്ക് ഒരു ഡിസ്റ്റിങ്ക്ട് ഗ്രെയിൻ ഉണ്ടായിരിക്കില്ല. ഡിസ്പോസിബിൾ പ്രോഡക്റ്റുകൾ, മെഡിക്കൽ ടെക്സ്റ്റൈലുകൾ, ക്രാഫ്റ്റ് ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ നോൺ വീവൺ ഫാബ്രിക്കുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. നോൺ വീവൺ ഫാബ്രിക്കുകളിൽ ഫെൽറ്റ്, സ്പൺബോണ്ട് ഫാബ്രിക്, നീഡിൽ പഞ്ചർ ഫാബ്രിക്, മെൽറ്റ് ബ്ലോൺ ഫാബ്രിക് എന്നിവ ഉൾപ്പെടുന്നു. ഫെൽറ്റ് ഫാബ്രിക്കുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വൂൾ അഥവാ കമ്പിളി അല്ലെങ്കിൽ പോളിസ്റ്റർ പോലുള്ള നാച്ചുറൽ ഫൈബറുകളിൽ നിന്നാണ് ഫെൽറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സോഫ്റ്റായി തോന്നുകയും സ്റ്റഡി തിക്നെസ്സോടുകൂടി ഡെൻസുമായിരിക്കും. വൈവിധ്യമാർന്നതിനാലും കട്ട് ചെയ്യാനും ഷേപ്പ് ചെയ്യാനും എളുപ്പമായതിനാൽ ക്രാഫ്റ്റുകളിലും ഡൈ പ്രോജക്റ്റുകളിലും ഫെൽറ്റ് വ്യാപകമായി ഉപയോഗിക്കുന്നു. വസ്ത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഹാറ്റുകൾ, സ്കാർഫുകൾ തുടങ്ങിയ ആക്സസറികൾക്ക് തിന്നർ ഫെൽറ്റുകൾ, അതായത് കനം കുറഞ്ഞ ഫെൽറ്റുകൾ ഉപയോഗിക്കുന്നു. മെഷീനറികൾക്ക് പാഡിംഗ് ചെയ്യാനും ഇൻസുലേഷൻ നൽകുന്നതിനും ഇൻഡസ്ട്രികളിൽ തിക്ക്, ഡെൻസ് ഫെൽറ്റുകൾ ഉപയോഗിക്കുന്നു. ഷേപ്പും ഇന്റഗ്രിറ്റിയും നിലനിർത്താൻ ഫെൽറ്റ് പലപ്പോഴും സ്പോട്ട് ക്ലീൻ അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്യുന്നു. അമിതമായ മോയിസ്ചർ ഒഴിവാക്കുക, കാരണം ഇത് ചുരുങ്ങാനിടയാക്കും. ലേസ് ഫാബ്രിക്കുകൾ അവയുടെ സങ്കീർണമായ ഓപ്പൺ വർക്ക് പാറ്റേണുകൾക്ക് പേരുകേട്ടതാണ്. പലപ്പോഴും പൂക്കൾ അല്ലെങ്കിൽ ജിയോമെട്രിക് ഷേപ്പുകൾ പോലുള്ള മിനുസമാർന്ന ഡിസൈനുകൾ അവതരിപ്പിക്കുന്നു. ഇത് ലൈറ്റ് വെയ്റ്റും ഓർണമെന്റലും സാധാരണയായി മൃദുവായ ത്രെഡുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതുമാണ്. ഫോർമൽ വെയർ, ബ്രൈഡൽ ഗൗണുകൾ, ലിംഗരി, ഡെക്കറേറ്റീവ് ഓവർലേകൾ തുടങ്ങിയവയിലാണ് സാധാരണയായി ലാസ് ഫാബ്രിക് ഉപയോഗിക്കുന്നത്. ലേസ് ഫാബ്രിക്കിൽ ചാൻഡ്ലി ലേസ്, ഗീപ്പൂർ ലേസ്, അലൈൻകോൺ ലേസ്, വെനീസ് ലേസ് എന്നിവ ഉൾപ്പെടുന്നു. ചാൻഡ്ലി ലേസിനെക്കുറിച്ച് നമുക്ക് നോക്കാം.
ഫൈൻ നെക്ക് ബാക്ക്ഗ്രൗണ്ടിലെ ഡെലിക്കേറ്റും ഇൻട്രിക്കേറ്റുമായ ഫ്ലോറൽ പാറ്റേണുകൾക്ക് പേരുകേട്ടതാണ് ചാൻഡ്ലി ലേസ്. ഇത് സാധാരണയായി സിൽക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ സിന്തറ്റിക് ഫൈബറുകളും ഉപയോഗിക്കാം. ഇതിന്റെ ടെക്സ്ചർ മൃദുവും ലൈറ്റ് വെയ്റ്റും ആയതിനാൽ ആഡംബരപൂർണമായ അനുഭവം നൽകുന്നു. വെഡ്ഡിംഗ് ഗൗണുകൾ, വെയിലുകൾ, ഈവനിംഗ് ഡ്രസ്സുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ബ്രൈഡൽ വെയറുകളും ഫോർമലുകളും നിർമ്മിക്കാനാണ് ചാൻഡ്ലി ലേസുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. അതിലോലമായ ത്രെഡുകളുടെ സ്നാഗിംഗ് ഒഴിവാക്കാൻ മൂർച്ചയുള്ള കത്രിക അല്ലെങ്കിൽ റോട്ടറി കട്ടർ ഉപയോഗിക്കുക. നൂലുകൾ കൂട്ടിക്കെട്ടിയാണ് നിറ്റഡ് ഫാബ്രിക്കുകൾ നിർമ്മിക്കുന്നത്. ഇങ്ങനെ സ്ട്രെച്ചി ആയതും ഫ്ലെക്സിബിൾ ആയതുമായ മെറ്റീരിയൽ സൃഷ്ടിക്കപ്പെടുന്നു. കംഫർട്ടബിൾ, ഇലാസ്റ്റിക്, സോഫ്റ്റ് ഫീൽ എന്നിവയ്ക്കാണ് ഇവ അറിയപ്പെടുന്നത്. ഈ ഫാബ്രിക്കുകൾ സാധാരണയായി ടീഷർട്ടുകൾ, സ്വെറ്ററുകൾ, ആക്റ്റീവ് വെയർ പോലുള്ള ഫ്ലെക്സിബിലിറ്റി ആവശ്യമുള്ള മറ്റു വസ്ത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. നിറ്റ് ഫാബ്രിക്കുകളിൽ ജേഴ്സി നിറ്റ്, റിബ് നിറ്റ്, ഇന്റർലോക്ക് നിറ്റ്, ഫ്രഞ്ച് ടെറി നിറ്റ് എന്നിവ ഉൾപ്പെടുന്നു. ജേഴ്സി നിറ്റ് ഫാബ്രിക്കിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ജേഴ്സി നിറ്റിന് ഒരു സ്മൂത്ത് സൈഡും ടെക്സ്ചർ ചെയ്തിട്ടുള്ള ബാക്കും ഉണ്ടായിരിക്കും. ഇത് കംഫർട്ടിനായി ഒരു നാച്ചുറൽ സ്ട്രെച്ച് വാഗ്ദാനം ചെയ്യുന്നു. ടീഷർട്ടുകൾ, ഡ്രസ്സുകൾ, കാഷ്വൽ വെയർ എന്നിവ പോലുള്ള ദൈനംദിന വസ്ത്രങ്ങളിൽ ജേഴ്സി നിറ്റ് വ്യാപകമായി ഉപയോഗിക്കുന്നു. നല്ല കംഫർട്ട് ആയതിനാൽ അണ്ടർവെയറിന്റെയും സ്ലീപ്പ് വെയറിന്റെയും നിർമ്മാണത്തിൽ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ഫർ ഫാബ്രിക്കുകൾ മൃഗങ്ങളുടെ രോമത്തിന്റെ അപ്പിയറൻസും ടെക്സ്ചറും അനുകരിക്കുന്നു. യഥാർത്ഥ മൃഗങ്ങളുടെ തോൽ ഉപയോഗിക്കാതെ തന്നെ മൃദുവും സമൃദ്ധവുമായ മെറ്റീരിയൽ വാഗ്ദാനം ചെയ്യുന്നു. ഈ മെറ്റീരിയലുകൾ സോഫ്റ്റും പ്ലഷ് ടെക്സ്ചർ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ യഥാർത്ഥ രോമങ്ങൾക്ക് പകരം മൃഗഹത്യ ഇല്ലാതെ തന്നെ അതിനു പകരം വയ്ക്കാൻ കഴിയും. ഫക്സ് ഫർ, മിൻക് ഫർ, ഫോക്സ് ഫർ കൂടാതെ അൽപാക ഫർ എന്നിവ ഫർ ഫാബ്രിക്കുകളിൽ ഉൾപ്പെടുന്നു. ഫക്സ് ഫർ ഫാബ്രിക്കിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആക്രിലിക് അല്ലെങ്കിൽ പോളിസ്റ്റർ പോലുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കളിൽ നിന്നാണ് ഫക്സ് ഫർ അതായത് കൃത്രിമ രോമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥ മൃഗങ്ങളുടെ രോമങ്ങളെ അനുകരിക്കുന്ന തരത്തിലുള്ള സോഫ്റ്റും പ്ലഷുമായ ടെക്സ്ചർ ഇവ സൃഷ്ടിക്കുന്നു. ഫാഷൻ ഇൻഡസ്ട്രികളിൽ കോട്ടുകൾ, ജാക്കറ്റുകൾ, വേസ്റ്റുകൾ, ആക്സസറികൾ എന്നിവയ്ക്ക് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ഇതിന് സ്റ്റൈലിഷും മൃഗഹത്യ ഇല്ലാത്തതുമായ ഒരു പകരക്കാരനാവാൻ സാധിക്കും. ഗൃഹോപകരണങ്ങൾക്ക് ഒരു ലക്ഷറി ടച്ച് നൽകുന്നതിനായി ത്രോകൾ, പില്ലോകൾ, ബ്ലാങ്കറ്റുകൾ എന്നിവ ഉപയോഗിച്ചുള്ള ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ഇത് ഉപയോഗിക്കുന്നു. ഫാബ്രിക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫാബ്രിക് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപായി കോട്ടണിനെ ഷ്രിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രീ ഷ്രിങ്ക് ചെയ്ത ഫാബ്രിക്കുകൾക്ക് ഷ്രിങ്കിംഗ് ട്രീറ്റ്മെന്റുകൾ ആവശ്യമില്ല. ഷ്രിങ്കിങ്ങിന് ശേഷം ചുളിവുകൾ നേരെയാക്കാൻ ഫാബ്രിക് നന്നായി അയൺ ചെയ്തിരിക്കണം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫാബ്രിക് ഏതാനും മണിക്കൂറുകൾ വെള്ളത്തിൽ മുക്കിവയ്ക്കാം. കോട്ടൺ പോലുള്ള വെളുത്ത ഫാബ്രിക്കുകൾ കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ചൂടുവെള്ളത്തിൽ മുക്കിവയ്ക്കണം. മുകളിലെ ലെയറിൽ പ്രസ് ക്ലോത്ത് വിരിച്ച് ഹോട്ട് അയൺ ഉപയോഗിച്ച് പ്രസ് ചെയ്യുക. 2 വ്യത്യസ്ത നിറങ്ങളിലുള്ള ഫാബ്രിക്കുകൾ ഒരുമിച്ച് സോക്ക് ചെയ്യാൻ പാടില്ല. ഫെൽറ്റിന് സോക്കിംഗ് ശുപാർശ ചെയ്യുന്നില്ല, കാരണം ഇത് ഫെൽറ്റിന്റെ ടെക്സ്ചറിനെയും ഷേപ്പിനെയും ബാധിക്കും. പിന്നുകൾ അല്ലെങ്കിൽ വെയിറ്റ് ഉപയോഗിച്ച് ഫെൽറ്റ് ഫാബ്രിക് സുരക്ഷിതമാക്കുക. ആവശ്യമുള്ള പാറ്റേണിനനുസരിച്ച് ഷാർപ്പ് സിസറുകൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുക. മുറിക്കുന്ന സമയത്ത് വഴുതിപ്പോകുന്നത് തടയാൻ ഫ്ലാറ്റ് ഹെഡ് പിന്നുകൾ ഉപയോഗിച്ച് ഇളകാത്ത ഒരു സർഫേസിൽ ചാൻഡിലി ലേസിനെ പിൻ ചെയ്ത് നിർത്തുക. സങ്കീർണമായ ലേസ് പാറ്റേണുകൾക്കൊപ്പം വർക്ക് ചെയ്യുമ്പോൾ പ്രിസിഷൻ നിർണായകമാണ്. സ്നാഗിംഗ് അല്ലെങ്കിൽ സ്ട്രെച്ചിംഗ് തടയാനും അനാവശ്യമായ ടഗ്ഗിംഗ് ഒഴിവാക്കാനും ചാൻഡിലി ലേസ് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുക. ഉറപ്പിച്ചു കഴിഞ്ഞാൽ കട്ടിംഗ് സമയത്ത് അക്യുറസി നിലനിർത്താൻ ലേസിന്റെ മൂവ്മെന്റ് കുറയ്ക്കാൻ ശ്രമിക്കുക. പ്രീ വാഷിംഗ് ആവശ്യമെങ്കിൽ ഒരു ജെന്റിൽ ഡിറ്റർജന്റും തണുത്ത വെള്ളവും ഉപയോഗിക്കുക. ഒപ്പം കെയർ ഇൻസ്ട്രക്ഷനുകളും പാലിക്കുക. അക്യുറസിക്കായി ജേഴ്സി നിറ്റിനെ ഒറ്റ ലെയറായി മുറിക്കുക, പ്രത്യേകിച്ച് പാറ്റേണിൽ സങ്കീർണമായ ഡീറ്റെയിലുകൾ ഉണ്ടെങ്കിൽ. ഫാബ്രിക്കിന്റെ കേടുപാടുകൾ തടയാൻ അയണിൽ കുറഞ്ഞ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. ഫക്സ് ഫറുകളിൽ
ഒരു ക്ലീൻ കട്ടിനായി ഷാർപ്പ് ഫാബ്രിക് സിസറുകളോ റാസർ ബ്ലേഡുകളോ ഉപയോഗിക്കുക. ചോക്ക് അല്ലെങ്കിൽ ഫാബ്രിക് മാർക്കറുകൾ ഉപയോഗിച്ച് ഫക്സ്പറിന്റെ പിൻഭാഗത്ത് കട്ടിംഗ് ലൈൻ മാർക്ക് ചെയ്യുക. ലോങ് സ്മൂത്ത് സ്ട്രോക്കുകൾ ഉപയോഗിച്ച് ഫാബ്രിക്കിന്റെ പിൻഭാഗത്തു നിന്ന് കട്ട് ചെയ്യുക. ഫർ ഫൈബറുകൾ ഒഴിവാക്കിക്കൊണ്ട് ഫാബ്രിക് ബാക്കിങ്ങിലൂടെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിനു ശേഷം ലൂസായിരിക്കുന്ന ഫൈബറുകൾ നീക്കം ചെയ്യുന്നതിനായി ഫക്സ്പർ സാവധാനം കുലുക്കുകയോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുകയോ ചെയ്യുക. കോട്ടൺ, ഫെൽറ്റ്, ചാൻഡിലി, ജേഴ്സി നീറ്റ് ഫാബ്രിക് എന്നിവ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ടിപ്പുകൾ ഇതാ. ഉയർന്ന ടെമ്പറേച്ചർ നേരിടാൻ കഴിയുന്ന കൂടുതൽ ഈടുനിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ് കോട്ടൺ. ചുളിവുകൾ നീക്കുന്നത് സഹായിക്കാൻ സ്റ്റീം ഉപയോഗിക്കുക. മികച്ച റിസൾട്ട് ലഭിക്കാൻ ഫാബ്രിക് ചെറുതായി നനഞ്ഞിരിക്കുമ്പോൾ അയൺ ചെയ്യുക. അയൺ ചെയ്യേണ്ടി വരുമ്പോൾ നേരിട്ടുള്ള ഹീറ്റിൽ നിന്ന് സോഫ്റ്റ് ലേസിനെ സംരക്ഷിക്കാൻ ഒരു പ്രസ്സിംഗ് ക്ലോത്ത് ഉപയോഗിക്കുക. ജേഴ്സി നിറ്റിനെ അതിന്റെ സ്ട്രെച്ചും ഷേപ്പും നിലനിർത്താനായി തണുത്ത വെള്ളത്തിൽ മെഷീൻ വാഷ് ചെയ്യുക. കളർ വൈബ്രൻസി നിലനിർത്താൻ ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കാത്ത വിധം തണുത്തതും വരണ്ടതുമായ സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് ഒന്ന് നോക്കാം. കോട്ടണിന് സാധാരണയായി സോക്കിംഗ് ആവശ്യമില്ല. എന്നിരുന്നാലും ശ്രിങ്കേജിനായി പ്രീ വാഷിംഗ് നടത്താം. മൃദുവായ ഫർ ഫൈബറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പിന്നുകൾ ഉപയോഗിച്ച് ഫാബ്രിക് സുരക്ഷിതമാക്കുകയും പിൻഭാഗത്തുനിന്ന് കട്ട് ചെയ്യുകയും ചെയ്യുക. കട്ട് ചെയ്യുന്നതിനു മുമ്പ് ഓരോ മെറ്റീരിയലിന്റെയും കെയർ ഇൻസ്ട്രക്ഷനുകൾ പരിശോധിക്കുകയും ആക്യുറേറ്റ് റിസൾട്ട് നേടുന്നതിന് ഫാബ്രിക് കട്ട് ചെയ്യുന്നതിനുള്ള സ്പെസിഫിക് പാറ്റേൺ ഇൻസ്ട്രക്ഷനുകൾ പാലിക്കുകയും ചെയ്യുക. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഫാബ്രിക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും കട്ട് ചെയ്യുന്നതിനു മുമ്പ് ഫാബ്രിക് പരിശോധിക്കുന്ന രീതിയെക്കുറിച്ചും നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു.